അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു. ഇന്ന് മണ്ണാലിയോട് ബൈ ബൈ പറയണം. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നല്ല വെയിൽ കേട്ടോ. അവിടെ നല്ല മഞ്ഞുമല കാണാം, പക്ഷെ തണുപ്പുണ്ട്. ആദ്യത്തെ പ്ലാന് വല്ലതും കഴിക്കണം. ഇത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഈ വഴിയുടെ നമ്മൾ പോകുമ്പോൾ മാൾ റോഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു വളവല്ല, വൻ വിഹാർ മണാലി വിസ്പറിംഗ് സോൺ, മദർ ട്രീ പോയിന്റ്, മെഡിറ്റേഷൻ പോയിന്റ്, ഔട്ട്ഡോർ ജിം, വാഷ്റൂം, ഷൂട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇവിടെ സൈക്കിളുണ്ട്. സൈക്കിളെടുത്ത് സൈക്ലിംഗ് ചെയ്യാൻ ജംഗിൾ സഫാരി. ഈ സൈക്ലിംഗ് 100 രൂപ പെർ അവർ. 1 മണിക്കൂർ ഇവിടുന്ന് സൈക്കിൾ എടുത്ത് റൗണ്ട് ചെയ്യാം. ഈ കാട്ടിക്കൂടെ മൊത്തം 100 രൂപ കേട്ടോ. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. ഫാമിലിയായിട്ട് വരുന്നൊരു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സമയം പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇഷ്ടം പോലെ ഊഞ്ഞാലും ചാട്ടവാനും കളിക്കാനും പിടിക്കാനൊക്കെ ഇഷ്ടംപോലെ സംഭവമുണ്ട്. ഊഞ്ഞാലെല്ലാം ഫ്രീ ആണ്, നേരെ ചാടി കയറി കളിക്കാം. 50 രൂപ ടിക്കറ്റ് എടുത്താൽ മതി. പിള്ളേർക്ക് 20 രൂപ ടിക്കറ്റ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഊഞ്ഞാലുണ്ട്, ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് വൻ വിഹാർ മണാലി, പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി. അപ്പം നമുക്കിതൊന്ന് നടന്ന് കാണാം. നമ്മുടെ നാട്ടിലെ ദേവദാരു എന്ന് പറയും, ഹിമാലയൻ സിഡർ എന്ന് പറയുന്ന മരമാട്ടോ ഈ പൊക്കമുള്ളത്. ഔട്ട്ഡോർ ജിമ്മുണ്ട്, മെഡിറ്റേഷൻ പോയിൻ്റ് ഉണ്ട്, ഷൂട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, വാഷ്റൂമുണ്ട്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ സുവനീർ ഷോപ്പ്, റിഫ്രഷ്മെൻറ്റ് പോയിൻ്റ്, ബോട്ടിംഗ് പോയിൻ്റ്. ഓക്കെ, ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വഴി പോയി നോക്കാവേ. ഈ ഒരു മരത്തിൻ്റെ സൈസ് കണ്ടോ, ഒരു 4-5 പേര് നിന്നാൽ എൻ്റെ വട്ടം എത്തൂല കേട്ടോ. ഒട്ടുക്കത്തെ വണ്ണം ഇത്. എനിക്ക് തോന്നി കാട്ടിലുള്ള ഏറ്റവും പഴയ മരം ഇതാണെന്ന് തോന്നുന്നു. മുകളിലേക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ ഒട്ടുക്കത്തെ വണ്ണമാണ്. നല്ല വണ്ണം കേട്ടോ. ഒരാനയുടെ സൈസ് ഉണ്ട് എൻ്റെ ചുവടിന്. താഴേക്കട ഈ സൈഡാണ് റോഡ്, ഈ സൈഡാണ് ഈ പാർക്ക്. അടിപൊളി. ആരോ റോട്ടിൽ നിന്നൊക്കെ ഇതുണ്ടോ, ബിയർ അടിച്ചിട്ട് ബിയർ കുപ്പിയൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞേക്കുക. മൊത്തം ബിയർ കുപ്പി എറിഞ്ഞേക്കുക കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. ഇതിനിടയ്ക്ക് വലിയ പൊക്കമുള്ള മരങ്ങളല്ലേ. ഇവിടെ ഈ വിസ്പറിംഗ് സോൺ, ഷൂട്ടിംഗ് പോയിന്റ്. ഇതെന്താണ് വിസ്പറിംഗ് പോയിന്റ്? സർക്യൂട്ട് ട്രെയിൽ 1700 മീറ്റർ. മൊബൈൽ ആൻഡ് മ്യൂസിക് ഡിവൈസ് ആർ ബെറ്റർ ലെഫ്റ്റ് ബിഹൈൻഡ്. എൻജോയ് ദ മ്യൂസിക് ഓഫ് ജംഗിൾ. വാവ്. കുറേ ഇങ്ങനെ നടന്നു വന്നു കഴിയുമ്പം ഇതുണ്ടോ, ഇവിടെ ഔട്ട്ഡോർ ജിം എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട്. പാർക്കാണ്. അവൽ നടന്നു വന്നിട്ട് എക്സസൈസ് ചെയ്യണമെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ഈ പാർക്കിനുള്ളിൽ. അവിടെയും ചിൽഡ്രൻസ് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സംഭവം ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഔട്ട്ഡോർ ജിം. പറയുമ്പോൾ എന്തോ വലിയ സംഭവമല്ലേ, പക്ഷേ ചെറുതായിട്ട് വന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ഇതുണ്ട്. ഈ സൈഡ് മൊത്തം മണാലി ടൗണാണ്. ഈ മണാലി ടൗണിൻ്റെ റൈറ്റ് സൈഡ് തന്നെയാണ് ഈ വൻ വിഹാർ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉള്ളത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഇനി ഇങ്ങനെ പോവാണ്. ഈ അടുത്തൊന്നും ആരും കാണുന്നില്ല. അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ആരെയും കാണുന്നില്ല, ഈ പ്രദേശത്തൊന്നും ആരെയും കാണുന്നില്ല. നമുക്ക് ഈ വഴി നേരെ പോയി നോക്കാം, ഇത് എവിടെ എത്തുമെന്നറിയാം. ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തനി കാട്, മണാലി സിറ്റിയുടെ നടുക്ക്. പക്ഷെ ആ കാട് കണ്ടില്ല, നന്നായിട്ട് വലിയൊരു ആൾക്കാരുടെ ഒരു ശല്യമില്ലാതെ അത് കാടായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പറയുമ്പോൾ വലിയൊരു കാട്, വലിയ മരങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തി. ഇത് എവിടെ ചെല്ലുമാവോ? ഏതായാലും വട്ടം കറങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്തേണ്ടതാണ്. നമുക്ക് പോയി നോക്കാം. വാ, നല്ല പ്ലേസ് അല്ലേ. ഇങ്ങനെ വന്ന് ഒറ്റയ്ക്ക് വന്നിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിരിക്കാൻ പറ്റിയ പ്ലേസ്. വാവ്,
അല്ലെങ്കിൽ നേരം കയറും ഒരു ദിവസം രാവിലെ വൈകുന്നേരം വരെ സുഖമായിട്ട് ഇവിടെ ഞാൻ കണ്ടു പാറപ്പുറത്ത് കിടന്ന് മരത്തിൻ്റെ ചോട്ടി കിടന്ന് ഉറങ്ങാം. എന്താ കാം ക്വയറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഒറ്റ മനുഷ്യനില്ല ഈ കാട്ടിൽ, മൊത്തം വലിയ മരങ്ങൾ. നമ്മൾ കുറേ ഇങ്ങനെ നടന്നെത്തി കഴിഞ്ഞപ്പം ഇവിടെ നല്ലൊരു പ്ലേസും ഉണ്ട്, ഇരിക്കാൻ പറ്റിയൊരു ബെഞ്ച്. ഇവിടെ മൊത്തം ഫോറസ്റ്റ്, പുറകിൽ മൊത്തം ഫോറസ്റ്റ് കേട്ടോ. ഈ ഫോറസ്റ്റിൻ്റെ അവിടുന്ന് ഇവിടെ നദി, ഈ നദീനെ ഫേസ് ചെയ്ത് ഇവിടെ ഈ സൈഡിൽ നിന്ന് മൊത്തം ഇരിക്കാൻ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെല്ലാം കുറച്ച് ഇരിപ്പുണ്ട്. മുമ്പിൽ കണ്ടോ മൊത്തം ഫോറസ്റ്റ്, മലയാണ്, മഞ്ഞുമല, ഹിമാലയം, നടുക്കോടെയാണ് നദി. പിന്നെ രസമല്ല കാണാൻ. കുറേ നേരം ഇവിടെ ഇരുന്നു കേട്ടോ. ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. മുകളിലത്തെ മഞ്ഞും കണ്ട്, ഇവിടെ കണ്ടില്ലേ തൊട്ട് താഴെ പുഴ. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നു. കുറച്ച് പേര് സൈക്കിളൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേ പോവാം, ഇതിലേ പോയി നോക്കാം, മുന്നിലേക്ക് പോവാം. ഇവിടുന്ന് ഈ പുഴ കാണാൻ നല്ല രസം കേട്ടോ. താഴേക്കൂടെ ഒരു റോഡുണ്ട് കേട്ടോ. ആ റോഡ് എന്താ പറയേണ്ടത്, നേരെ പോകുന്നത് മണാലി സിറ്റിയിലേക്കാണ്. ഈ താഴെ കാണുന്നത് സത്ലജ് നദി എന്ന് പറയുന്ന ഒരു നദിയുടെ ഒരു ഭാഗമാണെന്ന് പറയാം. അതായത് ഇത് ബീസ് നദിയാണ്. ബീസ് എന്നാണ് ഈ നദിയുടെ പേര്. അതുകൊണ്ട് താഴോട്ട് ഒഴുകുന്ന നദി ഇത് ബീസ് നദിയാണ്. ഈ ബീസ് നദി ഒഴുകിയിട്ട് നേരെ സത്ലജ് നദി ചെന്ന് ചേരും പഞ്ചാബിൽ. അവിടുന്ന് നേരെ ഇത് ഇൻഡസ് ചേർന്നിട്ടാണ് നേരെ പാകിസ്ഥാനിലേക്ക് പോകുന്ന നദി കേട്ടോ. ഇത് ഹിമാലയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന നദിയാണ്. കണ്ടോ ഇവിടെ ഇത് മൊത്തം സൈഡിൽ കൂടെ ഇതുപോലെ ഈ കമ്പി വെച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ മരം വീണിട്ട് ഈ കമ്പി ഒടിഞ്ഞു കിടക്കുക. ഇതാണ് താഴത്തെ റോഡാണ്, നേരെ ടൗണിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഉണ്ട് ഇവിടെ അത് 2 വരിയായിരുന്നു. ആ 2 വരി അത് റോഡ് മൊത്തം ഇടിഞ്ഞ് ഇവിടെ മൊത്തം 1 വേ ആയിപ്പോയി. കാരണം വെച്ചാൽ ആ കോൺക്രീറ്റ് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, താഴെ കോൺക്രീറ്റ് കാണുന്ന സ്ഥലം, അത്രയും റോഡായിരുന്നു. ആ റോഡ് മൊത്തം മഴയത്ത് വന്ന് ഇടിഞ്ഞു പോയത് കേട്ടോ. ഏതായാലും ഇതിലെ കുറേ നടക്കാനുണ്ട് ഈ കാട്ടിക്കൂടെ. നമുക്ക് ചുമ്മാ അങ്ങ് പോയി നോക്കാം. ഇങ്ങനെ വട്ടം കറങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയിന്റ് എത്തി കേട്ടോ. ഇവിടെ ചായ, കാപ്പി, സ്നാക്സ്, പോപ്കോണ്, മൊമോസ് എല്ലാം കിട്ടുന്ന സംഭവമുണ്ട്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെ മൊത്തം ഇരിക്കാനുള്ള പ്ലേസ് ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. നേരെ താഴോട്ടേക്ക് കഴിഞ്ഞാൽ താഴെ ചെറിയൊരു തടാകമുണ്ട്. ചെറിയൊരു തടാകം. അവിടെ ഈ കാല് ചവിട്ടി ചെയ്യാൻ പറ്റുന്ന ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ടൈം പാസിന് ബോട്ടിങ് ചെയ്യാൻ പറ്റും. സമയം പോക്കിന് നടക്കാനൊക്കെ പറ്റിയ പ്ലേസ് കേട്ടോ. ജസ്റ്റ് കയറി വട്ടം കറങ്ങി സമയം പോകാൻ പറ്റിയ പ്ലേസാണ്. ഇത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേ കയറി ഇതിലേ അങ്ങ് പോയി വട്ടം കറങ്ങി മരങ്ങൾ, ഫോറസ്റ്റ് മൊത്തം വട്ടം കറങ്ങി. അവിടെ ഈ ഫോറസ്റ്റിന് അപ്പുറം ഹൈവേ ആണ്, ഇവിടെ നദിയാണ്. അതിൽ വട്ടം കറങ്ങി നമ്മളങ്ങനെ അവസാനം ഇവിടെ തന്നെ എത്തി. ഏതായാലും മണാലി ട്രിപ്പിന് ബൈ പറയാൻ സമയമായി. ഇനി നേരെ ഭക്ഷണമെല്ലാം കഴിച്ചു, ബാഗ് എടുത്തു, ബസ് സ്റ്റാൻഡിലേക്ക്. ഇനി ബസ് കയറി നേരെ ഡൽഹി, പിന്നെ നാട്ടിലേക്ക്.